നമസ്കാരം. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സിലെ ഭയവും ആശങ്കയുമാണ് COVID-19 എന്ന രോഗാണു. അതിവ്യാപന ശക്തിയുള്ള COVID-19 നേരിടാൻ ജാഗ്രത മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ആയുധം. കേരളത്തിൽ സമൂഹ വ്യാപനത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന COVID-19 നേരിടുവാൻ നമുക്ക് ഓരോ വ്യക്തിയും എടുക്കേണ്ട മുൻകരുതലുകളാണ് കൈരളി റെസിഡൻസ് അസോസിയേഷൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഈ സന്ദേശം നൽകുന്നത് കൈരളി റെസിഡൻസ് കുടുംബാംഗം കൂടിയായ ഡോക്ടർ TG വിനോദാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ TG വിനോദ്, ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനാണ്. COVID-19 മൂലമുള്ള അസുഖം ലോകത്ത് 58 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. അതുപോലെ മരണം 3 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലും അസുഖം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ വരവോടുകൂടി കേരളത്തിലും അസുഖം കൂടിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, COVID-19 പ്രത്യേകിച്ച് ചികിത്സ കണ്ടെത്തിയിട്ടില്ല. വാക്സിനും പരീക്ഷണ ഘട്ടത്തിൽ മാത്രമേ എത്തി നിൽക്കുന്നു. ഈ അവസരത്തിൽ സ്വയം പ്രതിരോധം തന്നെയാണ് ഏറ്റവും നല്ല ചികിത്സ. അതിന് എന്തെല്ലാം ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും നിർദ്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അസുഖം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് കൊണ്ടാണ് കൈരളിയുടെ തീരുമാനപ്രകാരം ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായി ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മാസ്ക് ധരിക്കുക. വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എല്ലായ്പ്പോഴും മാസ്ക് ധരിക്കുക. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ അസുഖമുള്ളപ്പോൾ വീട്ടിൽ നിന്നും മാസ്ക് ധരിക്കുന്നത് നന്നായിരിക്കും. പലതരം മാസ്കുകൾ ലഭ്യമാണ്. ഗുണനിലവാരമനുസരിച്ച് N95, സർജിക്കൽ മാസ്ക്, തുണി മാസ്ക് എന്നീ ക്രമത്തിൽ പറയാം. സാധാരണ ജനങ്ങൾ തുണി മാസ്ക് ധരിച്ചാൽ മതിയാകും. എന്നാൽ രോഗമുള്ളവരും ക്വാറന്റൈനിൽ കഴിയുന്നവരെ പരിചരിക്കുന്നവരും സർജിക്കൽ മാസ്ക് തന്നെ ധരിക്കണം. മാസ്ക് ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂക്കും വായും താടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന രീതിയിൽ വേണം മാസ്ക് ധരിക്കാൻ. മാസ്കിൻ്റെ പുറത്ത് സ്പർശിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് മാസ്ക് താഴ്ത്തിയിടാനും പാടില്ല. സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തിയിട്ട് സംസാരിക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മോട് സംസാരിക്കുമ്പോൾ അവരും മാസ്ക് കൃത്യമായി ധരിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണം. മാസ്ക് തുടർച്ചയായി 4 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. സർജിക്കൽ മാസ്ക് ആണെങ്കിൽ 4 മണിക്കൂറിന് ശേഷം ഉപേക്ഷിക്കണം. തുണി മാസ്ക് ആണെങ്കിൽ ഓരോ ഉപയോഗത്തിന് ശേഷവും അല്ലെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറ്റി സോപ്പിട്ട് അലക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. മാസ്ക് അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്കിൻ്റെ പുറംഭാഗം കൈകളിലോ മുഖത്തോ സ്പർശിക്കാതെ നോക്കണം. അങ്ങനെ സംഭവിച്ചാൽ കൈയും മുഖവും സോപ്പിട്ട് കഴുകേണ്ടതുണ്ട്. ഉപയോഗത്തിന് ശേഷം മാസ്ക് വലിച്ചെറിയാതെ അത് അടപ്പുള്ള വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക. അടുത്തതായി സാമൂഹിക അകലം പാലിക്കുക. മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ 1 മീറ്റർ കൂടുതൽ അകലം പാലിക്കാൻ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും പുറത്തു വരുന്ന ഉമിനീർ മറ്റുള്ളവരുടെ കണ്ണിലും മൂക്കിലും വായിലും ആകുമ്പോഴാണ് രോഗം പകരുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിന് കോവിഡ് പ്രതിരോധത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ആളുകൾ കൂടുതലുള്ള വായുസഞ്ചാരം കുറഞ്ഞ പ്രദേശങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് പാതി തുറന്ന ഷോപ്പ്, മാളുകൾ, അവ പ്രത്യേകിച്ച് AC കൂടിയാണെങ്കിൽ അത്തരം ഷോപ്പുകളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തതായി കൈകൾ സോപ്പിട്ട് കഴുകുക. പുറത്തു പോകുമ്പോഴും തിരിച്ചു വന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക. കൈയുടെ എല്ലാ ഭാഗങ്ങളിലും സോപ്പ് 20 സെക്കൻഡ് നേരങ്ങളും പുരണ്ടിരിക്കുന്ന രീതിയിൽ കൃത്യമായി വേണം കൈ കഴുകാൻ. പുറത്തു പോകുമ്പോൾ അനാവശ്യ വസ്തുക്കൾ തൊടുന്നതും അതുപോലെ ഷെയ്ക്കാൻ ചെയ്യുന്നതും കഴിയുന്നതും ഒഴിവാക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകിൽ കൈ സോപ്പിട്ട് കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഡോർ ഹാൻഡിൽ, സൈഡ് റെയിൽസ്, കൗണ്ടർ ടോപ്സ് തുടങ്ങിയ സ്ഥലങ്ങൾ രോഗാണുക്കൾ കൂടുതലുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പൊതുസ്ഥലത്ത് തുപ്പാതിരിക്കുക. പരിസരവും പൊതുസ്ഥലങ്ങളും ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഏത് അസുഖം വരാതിരിക്കാൻ അത്യന്താപേക്ഷിതമാണ്.
നമ്മുടെ സ്രവങ്ങളിൽ, പ്രത്യേകിച്ച് തുപ്പലിൽ ധാരാളം രോഗാണുക്കൾ കാണാം. അവ മറ്റുള്ളവരുടെ ദേഹത്ത് പതിഞ്ഞാൽ അവർക്കും രോഗം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് തുപ്പിയാൽ അവ മറ്റ് പൊടികളുമായി ചേർന്ന് ഉണങ്ങി കാറ്റിൽ പറന്ന് മറ്റുള്ളവരുടെ ശ്വാസകോശത്തിൽ എത്താനും അവർക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർത്തും ഉപേക്ഷിക്കേണ്ട ഒരു ദുശ്ശീലമാണ് ഒരു സ്ഥലത്ത് തുപ്പൽ. അടുത്തതായി മൂക്കും വായും കണ്ണും ഇടയ്ക്കിടയ്ക്ക് സ്പർശിക്കാതിരിക്കുക. വൈറസ് പ്രധാനമായും ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂക്ക്, വായ, കണ്ണ് എന്നീ ഭാഗങ്ങളിലൂടെയാണ്. രോഗിയുടെ ശരീര സ്രവങ്ങൾ വീണ ഭാഗത്ത് നമ്മൾ കൈ തൊടുമ്പോൾ ആ കൈകൊണ്ട് നമ്മൾ മുഖത്ത് സ്പർശിക്കുമ്പോൾ നമുക്ക് രോഗം വരാനും അസുഖം വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യത്തിൽ കൈകൾ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം മുഖത്ത് സ്പർശിക്കുക. അടുത്തതായി അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. രോഗികളുമായി അടുത്ത സമ്പർക്കത്തിലൂടെ മാത്രമേ രോഗം പകരുന്നുള്ളൂ. വൈറസ് തനിയെ വായിലൂടെ പറന്നു വന്ന് ആർക്കും രോഗം പരത്തുന്നില്ല. അതുകൊണ്ട് സമ്പർക്കം കുറയ്ക്കുന്നതിന് വേണ്ടി യാത്രകൾ അത്യാവശ്യമായി ചുരുക്കുക. പ്രായമായവരും കുട്ടികളും ഗർഭിണികളും മറ്റ് ഗൗരവമുള്ള അസുഖമുള്ളവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ പോകുന്നതും അതുപോലെ തന്നെ കൂടുതൽ പേരെ കൂട്ടുന്നതും പ്രത്യേകിച്ച് കുട്ടികളെ കൂടെ കൂട്ടുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഒന്നിച്ചുള്ള യാത്രയിൽ കാറിലും മറ്റും AC ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യപരമായ ജീവിത രീതി ശീലിക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ പഴവും പച്ചക്കറികളും ധാരാളം ഉൾപ്പെടുത്തി വൈറ്റമിൻ D, വൈറ്റമിൻ C, മിനറൽസ് എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കി ശരീരത്തിൻ്റെ പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയ്ക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകവലി എന്നീ ദുശീലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക. അടുത്തതായി അസുഖമുള്ളവർ, പ്രത്യേകിച്ച് പനി, ചുമ, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ അസുഖമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഇത്തരക്കാർ വീട്ടിൽ മറ്റുള്ളവരുമായി സമ്പർക്കം പരമാവധി കുറയ്ക്കുക. മറ്റൊരു പ്രധാന കാര്യം, ഗൾഫിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളുടെ വരവോടുകൂടി ക്വാറന്റൈനിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ പ്രദേശത്തും ക്വാറന്റൈനിലുള്ളവരുടെ എണ്ണം കൂടുതലുണ്ട്. ഇവർ കൃത്യമായും 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. മറ്റുള്ളവരുടെ കൂടെയാണെങ്കിൽ റൂം ക്വാറന്റൈനും തനിച്ചാണെങ്കിൽ ഹോം ക്വാറന്റൈനുമാണ് പറയുന്നത്. നല്ല വായുസഞ്ചാരവും വെളിച്ചവും ഉള്ള ബാത്ത് അറ്റാച്ച്ഡ് റൂമിൽ AC ഉപയോഗിക്കാതെ വേണം കഴിയാൻ. നമ്മുടെ ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി വീട്ടിലെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുമായി ശാരീരിക അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചുകൊണ്ടും സമ്പർക്കത്തിലേർപ്പെടാം. നമ്മുടെ വസ്ത്രവും പാത്രങ്ങളും നാം തന്നെ വൃത്തിയാക്കുന്നതായിരിക്കും നല്ലത്. അതിന് സോപ്പോ ബ്ലീച്ചിങ് ലായനിയോ ഉപയോഗിക്കാം. ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് അസുഖം വല്ലതും വരികയാണെങ്കിൽ കൊറോണ സെല്ലിൽ വിളിക്കുക. യാതൊരു കാരണവശാലും പൊതുവാഹനത്തിൽ ആശുപത്രിയിൽ പോകരുത്. പ്രൈവറ്റ് വാഹനത്തിൽ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നതിൽ തെറ്റില്ല. 14 ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കിയാൽ തുടർന്ന് 2 ആഴ്ച കൂടി പൊതുസ്ഥലങ്ങളും ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീട്ടുകാരും പൊതുസ്ഥലങ്ങൾ ഈ സമയത്ത് സന്ദർശിക്കുന്നത് കഴിവതും ഒഴിവാക്കണം. ഓർക്കുക, ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല കോവിഡ്. എല്ലാ ജനങ്ങളുടെയും കൂട്ടായ ശ്രമം ഫലമായി മാത്രമേ നമുക്ക് COVID-19 മഹാമാരിയെ തുരത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുക, കൈ കഴുകുക, അകലം പാലിക്കുക, അങ്ങനെ സുരക്ഷിതമായി ജീവിക്കുക. നന്ദി.